Hi friends, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാം. മസാല ബ്രെഡ് ടോസ്റ്റ് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും, രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബൗളിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ മുട്ടയിലേക്ക് നോക്കിയിട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ മിക്സിലേക്ക് ഓരോ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഫ്ലെയിം കൂടാൻ പാടില്ല. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മസാലയൊക്കെ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ മുട്ടയിൽ ചേർത്തിരിക്കുന്ന മസാലയൊന്നും ബ്രെഡിൽ പിടിച്ചു വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലും നേരത്തെ ചെയ്ത പോലെ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സൈഡിൽ മാത്രമാണ് മസാല ചേർക്കുന്നതെങ്കിൽ അങ്ങനെ മതിയാവും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് മൊരിച്ചെടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടുന്നത്. ഈ ഒരു ബ്രെഡ് എഗ് ടോസ്റ്റ് നമുക്ക് വേറൊരു രീതിയിലും തയ്യാറാക്കാം. അതായത് മസാലയൊന്നും തയ്യാറാക്കാതെ സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കാതെ മുട്ടയിലേക്ക് ചേർത്തിട്ട് അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ തയ്യാറാക്കുന്നവർ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്